നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭിമന്യുവിനോട് ഏറ്റവും വലിയ ചതി കാണിച്ചത് ഈ CPM എന്ന പ്രസ്ഥാനമാണ്. വീണ്ടും അഭിമന്യുവിനെ ചതിക്കുകയാണ്. അഭിമന്യുവിനെ വിറ്റ് തിന്ന് പാർട്ടി വീണ്ടും കൊഴുക്കുന്നു. കേരളത്തെ തന്നെ നടുക്കിയ കൊലപാതകമായിരുന്നുവല്ലോ അഭിമന്യുവിൻ്റേത്. പക്ഷേ ഈ കേസിലെ പ്രധാന പ്രതിയെ അടക്കം ഇനിയും പിടികൂടാനുണ്ട്. ഇതിനെല്ലാം ഒത്താശ കൊടുത്തത് CPM ഭരണകൂടമാണ് എന്നുള്ള വിമർശനം ശക്തമാണ്. CPMകാർ ഉൾപ്പെടെ അഭിമന്യുവിനെ വഞ്ചിച്ചു എന്നുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ അഭിമന്യുവിന്റെ സ്മാരകമായി നിർമ്മിച്ച ബഹുനില മന്ദിരം CPM വാടകയ്ക്ക് നൽകിയെന്ന വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുകയാണ്. പാർട്ടിയിൽ ചേരി തിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അഭിമന്യുവിന്റെ പേരിൽ ഉയർന്ന, അതായത് ബക്കറ്റ് പിരിവ് നടത്തിയാണ് അഭിമന്യുവിന്റെ പേരിൽ ഈ സ്മാരക മന്ദിരം നിർമ്മിച്ചെടുത്തത്. ഇത് സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നായിരുന്നു CPMന്റെ ഗീർവാണമടി. എന്നാൽ ഇപ്പോൾ അത് കാശ് ആക്കാനുള്ള, അതായത് കാശടിക്കാനുള്ള ഒരു മാർഗമായി ഈ സ്മാരക മന്ദിരത്തെ CPM മാറ്റിയിരിക്കുന്നു എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനാണ് ഒരു നില പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. മറ്റൊരു നില സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി പാർട്ടിയും കൈയടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഈ പാർട്ടിയുടെ PR വർക്കിന് വേണ്ടി മറ്റൊരു കെട്ടിടം ഇവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. ഈ പ്രശ്നത്തിൽ CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ ശക്തമായ എതിർപ്പ് പുകയുന്നുണ്ട്. SFIക്കുള്ളിലും വിഷയത്തിൽ ഭിന്ന സ്വരമാണ് ഉയരുന്നത്. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഒരു വിഭാഗം. സ്മാരകത്തിന്റെ ലക്ഷ്യം പാളിയതിൽ പാർട്ടിയിലുള്ള ചർച്ചയും ചോദ്യങ്ങളുമൊക്കെ ജില്ലാ നേതൃത്വം അവഗണിച്ചുവെന്നാണ് പരാതി. ബ്രാഞ്ച് തലം മുതൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് CPM നിർമ്മിച്ചതാണ് അഭിമന്യു സ്മാരക മന്ദിരം. ധനസമാഹരണവും സ്മാരകത്തിന്റെ നിർമ്മാണവും ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. 2020 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ അഭിമന്യു പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നിരുന്നു. പഠനം, തൊഴിൽ പരിശീലനം, ഗ്രന്ഥശാല, PSC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി സ്മാരക മന്ദിരം വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത്. വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തുന്ന പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസമൊരുക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പായില്ല. മന്ദിരം ആദ്യം ജൈവ പച്ചക്കറി സ്റ്റാളിന് നൽകുകയും ചെയ്തിരുന്നു. കലൂർ കത്രിക്കടവ് റോഡിലെ 6.5 സെന്റിലാണ് സ്മാരകം. നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ സെന്റിന് 27 ലക്ഷം നൽകി വാങ്ങിയെന്നാണ് വിശദീകരണം. എന്നാൽ എന്താവശ്യം മുൻനിർത്തിയാണോ ഈ സ്മാരക മന്ദിരം ഉയർത്തിയത്, അതിൽ നിന്നെല്ലാം വിട്ട് ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കെട്ടിടം ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് വാടകയ്ക്ക് നൽകി ആ വാടക വാങ്ങി നക്കുകയാണ് CPMന്റെ നേതാക്കൾ എന്നുള്ള വിമർശനം ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമാകുന്നു. അതേസമയം CPM ആഹ്വാനം ചെയ്ത അഭിമന്യു രക്തസാക്ഷി ഫണ്ടിലേക്ക് ലഭിച്ചത് 3 കോടിയിലേറെ രൂപയായിരുന്നു. വട്ടവടയിൽ വിലയ്ക്ക് വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് അഭിമന്യുവിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചിരുന്നു. സഹോദരിയുടെ പേരിൽ 10 ലക്ഷം രൂപയും അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയും നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. 2018 ജൂലൈ 2-നായിരുന്നു SFI പ്രവർത്തകനും കോളേജിലെ 2ാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയുമായ അഭിമന്യു കൊല്ലപ്പെട്ടത്. കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്നായിരുന്നു സംഭവം. SFI ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തി. ഇതിനു മുകളിൽ അഭിമന്യു വർഗീയത തുലയട്ടെ എന്നെഴുതിയത് എതിരാളികളെ പ്രകോപിപ്പിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിൽ അഭിമന്യുവിനെ തെരഞ്ഞുപിടിച്ചു കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.